എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന പാർട്ടിലെ പ്രോബ്ലംസ് ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചാപ്റ്റർ സെഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടാൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, let L be the set of all lines in a plane and R be the relation in L defined as R equal set L1 L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിലെ ഓൾ ലൈൻസിനെയാണ് പറയുന്നത്. ആർ ബി ദ റിലേഷൻ ഇൻ എൽ ഡിഫൈൻഡ് ആസ്, ഇപ്പോൾ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് L1 L2 സച്ച് ദാറ്റ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ഇപ്പോൾ ഒരു ലൈൻ മറ്റൊരു ലൈന് പെർപെൻഡിക്കുലർ ആണ് എന്നാണ് തന്നേക്കുന്നത്. ഷോ ദാറ്റ് ആർ ഈസ് സിമ്മട്രിക്, അപ്പൊ സിമ്മട്രിക് ആണ് തെളിയിക്കണം. ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്, പക്ഷെ റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, സിമ്മട്രിക് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് റിഫ്ലെക്സീവ്. ഇപ്പൊ റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. എ ബിലോങ്സ് ടു ആർ, എ ബിലോങ്സ് ടു ആർ ആണെങ്കിലാണ് നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം L1 L2. ഇപ്പൊ L1 L2 എന്ന് പറയുന്നത് ഒരു ലൈൻ അതിന് തന്നെ പെർപെൻഡിക്കുലർ ആകണം, എങ്കിലേ നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ലൈൻ ഒരിക്കലും അതേ ലൈനിന് പെർപെൻഡിക്കുലർ ആകാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് അല്ല. ഒരു ലൈൻ ഒരിക്കലും അതേ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കത്തില്ല. അതാണ് പറയുന്നത് എ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ മാത്രമേ നമുക്കിവിടെ റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ലൈൻ അതേ ലൈനിന് തന്നെ പെർപെൻഡിക്കുലർ ആകാത്തത് കൊണ്ട് നമുക്കിതിനെ റിഫ്ലെക്സീവ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ ഹിയർ എ നോട്ട് ബിലോങ്സ് ടു ആർ, എ നോട്ട് ബിലോങ്സ് ടു ആർ, therefore R is not reflexive. ഇതാണ് ആദ്യത്തെ പറയുന്നത്. അപ്പൊ റിഫ്ലെക്സീവ് അല്ല എന്നാണ് ആദ്യത്തെ തെളിയിച്ചത്. അപ്പൊ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ ബിലോങ്സ് ടു ആർ ആകണം. പക്ഷെ ഇവിടെ എ നോട്ട് ബിലോങ്സ് ടു ആർ ആണ്, അതായത് ഒരു ലൈൻ ഒരിക്കലും അതിന് തന്നെ പെർപെൻഡിക്കുലർ ആകത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ എ നോട്ട് ബിലോങ്സ് ടു ആർ, therefore R is not reflexive. ഇനി അടുത്തത് സിമെട്രിക്. ഇപ്പൊ സിമെട്രിക് എന്ന് പറയുന്നത് കണ്ടീഷൻ പറയുന്നത് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എയും ആറിലുള്ളതായിരിക്കണം. അപ്പൊ ഇതാണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം L1 L2. ഇപ്പൊ ഈ രണ്ട് ലൈൻ, ഇപ്പൊ ഒരു ലൈൻ L1 എന്ന് പറയുന്ന ഒരു ലൈൻ, ഇതാണ് നമ്മുടെ L1 എന്ന് പറയുന്നത്. അപ്പൊ ഇതടുത്തത് L2. അപ്പോൾ ഒരു ലൈൻ മറ്റൊരു ലൈനിന് എന്താണ് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. അപ്പൊ L1 L2ന് പെർപെൻഡിക്കുലർ ആണ്. തിരിച്ച് L2 L1നും പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ട് ലൈൻസ് എന്തായാലും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ L1 L2ന് പെർപെൻഡിക്കുലർ ആണ്, തിരിച്ച് L2 L1നും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ എന്താണ് L1 L2. അപ്പൊ ഇതെന്താണ് ബിലോങ്സ് ടു ആർ ആണ്. L1 L2 ഇത് ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് L2 L1 ബിലോങ്സ് ടു ആർ. ഇപ്പൊ L1 L2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ L2 L1നും ബിലോങ്സ് ടു ആർ, അതായത് L1 L2ന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തിരിച്ച് L2 L1നും പെർപെൻഡിക്കുലർ ആയിരിക്കും. therefore R is symmetric. ഇപ്പൊ ആറ് നമുക്ക് സിമെട്രിക് ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ അത് നമ്മളിവിടെ പറഞ്ഞു. രണ്ട് ലൈനുകൾ, അതായത് L1 L2, ഇവ L1 L2ന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തിരിച്ച് L2 L1നും പെർപെൻഡിക്കുലർ ആയിരിക്കും. therefore R is symmetric. അപ്പൊ ഇത് മനസ്സിലായല്ലോ.
മൂന്നാമത് നമുക്ക് പറയേണ്ടത് ട്രാൻസിറ്റീവ്. ഇപ്പൊ ട്രാൻസിറ്റീവ് ആണോ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. ഇതാണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. L1 എന്ന് പറയുന്നത് ഇപ്പൊ ഈ ലൈൻ L2ന് പെർപെൻഡിക്കുലർ ആണ്. ഇനി അടുത്ത L2 എന്ന് പറയുന്നത് ഇപ്പൊ L1 എന്ന് പറയുന്നത് L2ന് പെർപെൻഡിക്കുലർ ആണ്. ഇത് L1, ഇത് L2. ഇനി അടുത്ത L2 എന്ന് പറയുന്നത് L3ക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ L1 L2ന് പെർപെൻഡിക്കുലർ, L2 L3ക്ക് പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ L1 L2 എന്തായിരിക്കും വരുന്നത്? L1 L3 എന്തായിരിക്കും വരുന്നത്? ഇത് പെർപെൻഡിക്കുലർ അല്ല, തിരിച്ച് പാരലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ L1 L2ന് പെർപെൻഡിക്കുലർ, L2 L3ക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ L1 L3 ഇവിടെ പെർപെൻഡിക്കുലർ ആയെങ്കിലേ നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് എടുക്കാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഈ രണ്ട് ലൈൻ ഇവിടെ പാരലായിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം അതായത് ഇവിടെ L1 L2 ബിലോങ്സ് ടു ആർ, അതുപോലെ L2 L3 belongs to R, but L1 L3 not belongs to R. അപ്പോൾ L1 L3 not belongs to R. അപ്പോൾ L1 L2 belongs to R ആണ്, L2 L3 belongs to R ആണ്. അതായത് L1 L2ന് പെർപെൻഡിക്കുലർ, L2 L3ക്കും പെർപെൻഡിക്കുലർ. എന്നാൽ L1 L3ക്ക് പെർപെൻഡിക്കുലർ അല്ല. അതാണ് ഇവിടെ നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നത്. അപ്പോൾ therefore അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ ഈസ് നമുക്ക് നോട്ട് ട്രാൻസിറ്റീവ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇപ്പോൾ നമുക്കതാ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോ ദാറ്റ് ആർ ഈസ് സിമെട്രിക്. ആർ സിമെട്രിക് എന്നും റിഫ്ലെക്സീവ് അല്ലെന്നും ട്രാൻസിറ്റീവ് അല്ലെന്നുമാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ലൈനുകൾ എന്താണ്, ഒരു ലൈൻ അതിന് തന്നെ പെർപെൻഡിക്കുലർ ആകാത്തത് കൊണ്ട് ഇവിടെ ആർ ഇസ് നോട്ട് റിഫ്ലെക്സീവ്. അടുത്ത സിമെട്രിക് പറയുന്നു. സിമെട്രിക് എന്ന് പറയുന്നത് L1 L2ന് പെർപെൻഡിക്കുലർ ആണ്, തിരിച്ച് L2 L1നും പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് ഈസ് L1 L2 ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് L2 L1 ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് സിമെട്രിക്. ദെൻ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ L1 L2ന് പെർപെൻഡിക്കുലർ ആകണം, L2 L3ക്ക് പെർപെൻഡിക്കുലർ ആകണം. അങ്ങനെയാണെങ്കിൽ L1 L3ക്ക് പെർപെൻഡിക്കുലർ ആകണം. പക്ഷേ ഇവിടെ L1 L3ക്ക് പെർപെൻഡിക്കുലർ അല്ല, പാരലായിട്ടേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് L1 L2 ബിലോങ്സ് ടു ആർ, L2 L3 ബിലോങ്സ് ടു ആർ, ബട്ട് L1 L3 നോട്ട് ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പം ഇത് മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം തെളിയിക്കുന്നതിന് സിമെട്രിക്കും റിഫ്ലെക്സീവ് ട്രാൻസിറ്റീവ് ഇതെല്ലാം തെളിയിക്കുന്നതിന് നമ്മൾ ഈ കണ്ടീഷൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് 1 2 3 given by R equal set 1 1 2 2 3 3 1 2 2 3 is reflexive but neither symmetric nor transitive. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന റിലേഷൻ, അതായത് 1 2 3 എന്ന് പറയുന്ന ഈ ആർ എന്ന് പറയുന്ന ഈ റിലേഷൻ, ആർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന 1 1 2 2 3 3 1 2 2 3 ഇത് റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കണം. ബട്ട് നെയ്തർ സിമെട്രിക്, പക്ഷെ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇപ്പൊ റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കാൻ നമുക്കറിയാം എ ബിലോങ്സ് ടു ആർ ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നോക്കിയേ 1 2 3 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരണം? 1 1 2 2 3 3 ഇത് വന്നെങ്കിലേ നമുക്ക് റിഫ്ലെക്സീവ് ആകുന്നുള്ളൂ. അപ്പൊ റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ്? സെയിം എലമെന്റ്സ്, അതായത് 1 ആണെങ്കിൽ അതിനോട് തന്നെ വരണം. അപ്പൊ 1 1 2 ആണെങ്കിൽ അതിനോട് വരണം. അപ്പൊ 2 2 3 അതിനോട് വരണം. 3 3 അതിവിടെ ഉണ്ടല്ലോ. 1 1 2 2 3 3 അപ്പൊ ഇവിടെ നമുക്ക് എ ഇപ്പൊ ഹിയർ എ ബിലോങ്സ് ടു ആർ. എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 ഇവയെല്ലാം ഉള്ളത് കൊണ്ട് എ ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്.
ഇപ്പൊ ഇതാറ് റിഫ്ലെക്സീവ് ആണ്. എ ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1 1 2 2 3 3 സെയിം എലമെന്റ്സ് ഒരേപോലെ വരുന്നുണ്ട്. എ ബിലോങ്സ് ടു ആർ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം എലമെന്റ്സ്. ഇപ്പൊ 1 1 2 2 3 3. അപ്പൊ ഇത് സെയിം ഉള്ളത് കൊണ്ട് എ ബിലോങ്സ് ടു ആർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അടുത്ത ഇനി സിമെട്രിക് ആണോ നോക്കാം. അപ്പൊ സിമെട്രിക് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ തിരിച്ച് ബി എയും ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ 1 2 ഉണ്ടെങ്കിൽ തിരിച്ച് 2 1 വരണം. നോക്കാം. 1 2 ഉണ്ട്, തിരിച്ച് 2 3 ആണുള്ളത്. 2 1 ഇല്ല. അപ്പൊ 1 2 വരണമെങ്കിൽ നമുക്ക് 2 1 വരണം. പക്ഷെ അതിവിടെ ഇല്ല. അതുകൊണ്ട് 2 3 ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് 3 2 വരണം. അപ്പൊ ഈ രണ്ട് ഇത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് സിമെട്രിക് അല്ല. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കണ്ടീഷൻ എന്താണ്? സിമെട്രിക്കിൻ്റെത് എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. ഇങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സിമെട്രിക് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. അതായത് തിരിച്ചു വരുന്നില്ല. 1 2 ഉണ്ടെങ്കിൽ തിരിച്ച് 2 1 ഇവിടെ ഇല്ല. അതുപോലെ 2 3 ഉണ്ടെങ്കിൽ തിരിച്ച് 3 2 ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ തിരിച്ചു വരാത്തോണ്ട് അപ്പൊ എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പൊ ബി എ ഇവിടെ ആറിൽ ഇല്ല. അപ്പൊ therefore അതുകൊണ്ട് ഇവിടെ എന്താണ്? ആർ ഈസ് നോട്ട് സിമെട്രിക്. ആറ് സിമെട്രിക് അല്ല. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇപ്പൊ റിഫ്ലെക്സീവ് ആകുന്ന എന്തുകൊണ്ടാണ്? എ ബിലോങ്സ് ടു ആർ സെയിം ആകുന്നതുകൊണ്ട് നമുക്കിത് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. ഇനി നെയ്തർ സിമെട്രിക്, സിമെട്രിക് അല്ലെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ശരിയാണ്. എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. അല്ലെ, എ ബി ആറിലുണ്ട് പക്ഷെ ബി എ ആറിലില്ല. അപ്പൊ അതുകൊണ്ട് ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി അടുത്ത മൂന്നാമത്തെ നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ ബി സി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. ഇപ്പൊ എ ബി ഉണ്ടായിരിക്കണം, ബി സി ഉണ്ടായിരിക്കണം, വിച്ച് ഇംപ്ലൈസ് എ സി. എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ അങ്ങനെ ആ രീതിയിലുണ്ടോ? 1 2 ഉണ്ട്, 2 3 ഉണ്ട്. പക്ഷെ 1 3 ഇതിനകത്തില്ല അല്ലെ. 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതും കൂടി വരണം? 1 3 കൂടെ വന്നെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും 1 2 2 3. അപ്പൊ ഇതിനകത്തെ ഫസ്റ്റും ലാസ്റ്റും 1 ഉം 3 ഉം. അപ്പൊ അങ്ങനെ വരുമെങ്കിൽ മാത്രമേ ഇത് ട്രാൻസിറ്റീവ് ആകുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ വരാത്തുള്ളൂ. 1 2 2 3 ഉണ്ട്, 1 3 ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇപ്പൊ എ ബി ബിലോങ്സ് ടു ആർ ഉണ്ട്, ബി സിയും ബിലോങ്സ് ടു ആർ ഉണ്ട്. പക്ഷെ എ സി നോട്ട് ബിലോങ്സ് ടു ആർ. എ സി ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ആറിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് therefore ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പൊ ആർ എന്തല്ല? ഇവിടെ ട്രാൻസിറ്റീവ് അല്ല. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. റിഫ്ലെക്സീവ് ആണെന്ന് പറഞ്ഞു, ശരിയാ. എ ബിലോങ്സ് ടു ആർ, അതായത് 1 1 2 2 3 3. അപ്പൊ ഇതുള്ളത് കൊണ്ട് ഇത് ബിലോങ്സ് ടു ആർ. ഈ സെറ്റിനകത്ത് 1 ഉം 2 ഉം 3 ഉം. അപ്പൊ ഇതിന്റെ സെയിം വരുമ്പോൾ 1 1 2 2 3 3. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് ആയി. അടുത്തത് സിമെട്രിക് അല്ലെന്നാണ് പറയേണ്ടത്. സിമെട്രിക് ആകണമെങ്കിൽ നമുക്കറിയാം 1 2 വന്നാൽ തിരിച്ച് 2 1 വരണം, 2 3 വന്നാൽ തിരിച്ച് 3 2 വരണം. അപ്പൊ ആ രൂപത്തിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആർ ഈസ് നോട്ട് സിമെട്രിക്. അടുത്ത ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 3 തന്നെ ഉണ്ടായിരിക്കണം. പക്ഷേ ആ 1 3 ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് ഇസഡ് ഓഫ് ഇന്റിജേഴ്സ് ഗിവൺ ബൈ ആർ ഈക്വൽ സെറ്റ് എ ബി സച്ച് ദാറ്റ് 2 divides a minus b ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് 2 divides a minus b ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയെങ്കിൽ മാത്രമേ അത് ഇക്വലൻസ് റിലേഷൻ ആകുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എ ബി എന്ന് പറയുന്നത് എന്താണ്? 2 divides a minus b. അപ്പൊ a minus b 2 a minus b കിട്ടിയാൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ രണ്ട് നമ്പർ എടുത്തിട്ട് അതിന്റെ ഡിഫറൻസിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ റിഫ്ലെക്സീവ് ആണോ നോക്കാം. ആദ്യത്തെ റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ്? എ ബിലോങ്സ് ടു ആർ. അപ്പൊ എ മൈനസ് ബി, ഇപ്പൊ എയും ബിയും രണ്ട് ഇന്റീജേഴ്സ് ആണ്. ഇപ്പൊ എയും ബി ഇന്റീജേഴ്സ് ആണെങ്കിൽ അവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നതും എന്തായിരിക്കും? അത് ഇന്റീജേഴ്സ് ആണ്. ആ എ മൈനസ് ബി അതിനെ രണ്ടുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇപ്പൊ സപ്പോസ് 4 എന്ന് എടുക്കുവാണ്. ബി എന്ന് പറയുന്നത് നമ്മളിപ്പോ 2 എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 മൈനസ് 2 ദാറ്റ് ഈസ് 2. അപ്പൊ ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എ നമ്മൾ 4 എന്ന് എടുക്കുന്നു, ബി 2 എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് 4 മൈനസ് 2 ദാറ്റ് ഈസ് 2. 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എ ബിലോങ്സ് ടു ആർ. അപ്പൊ എ ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ സെയിം വരണം. അപ്പൊ ഇത് നമുക്ക് സെയിം ആയിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ സെയിം ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏതൊക്കെ എടുക്കാം? എ 1 ആയിരിക്കണം. അപ്പൊ എ മൈനസ് എ എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് 1 ഈക്വൽ 0 അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഒരുപോലല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ നമുക്ക് എയും എ രണ്ടും ഒരുപോലെ വരണം. അപ്പൊ നമ്മൾ എ ഈക്വൽ 1 എന്നൊരു നമ്പറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എ മൈനസ് എ എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് 1 0. 0യെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അടുത്ത നമ്മളിപ്പോ 2 ആണ് എടുക്കുന്നതെങ്കിൽ 2 മൈനസ് 2 0. അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ അങ്ങനെ ഏത് നമ്പർ എടുത്താലും ഇവിടെ എ ബിലോങ്സ് ടു ആർ ആണ്. അതായത് എ മൈനസ് എ എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പൊ 0യെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എ മൈനസ് എ ഈക്വൽ 0. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് therefore ആർ ഈസ് റിഫ്ലെക്സീവ്. ഇവിടെ ആറ് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ എ ബിലോങ്സ് ടു ആർ, അതായത് സെയിം വരണം. അപ്പൊ എ മൈനസ് എ ഇവിടെ 0യെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. അടുത്ത രണ്ടാമത്തെ നമുക്ക് സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് എന്ന് പറയുമ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു. ഇവിടെ എ ഈക്വൽ 4, ബി ഈക്വൽ 2 എടുക്കുന്നു. ഇപ്പൊ ഇവിടെ എ മൈനസ് ബി എന്ന് പറയുന്നത് എത്ര കിട്ടും? 4 മൈനസ് 2 ഈക്വൽ 2. അതുപോലെ നമുക്ക് ബി മൈനസ് എ, ഇപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് നമ്മൾ 4 മൈനസ് 2 ഈക്വൽ 2 എന്ന് എടുത്തു. നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ബി മൈനസ് എ എന്ന് പറയുന്നത് 2 മൈനസ് 4 എന്ന് പറയുന്നത് -2. അപ്പൊ -2 ആയാലും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഇതെല്ലാം ഇസഡ് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇതിനെ ഈ 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് സിമെട്രിക്കിന്റെ കണ്ടീഷൻ നോക്കാം. നമുക്ക് എ മൈനസ് ബിയെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എ മൈനസ് ബി അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ബി മൈനസ് എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ബി മൈനസ് എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഇവിടെ സിമെട്രിക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലേ? അതായത് എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. അതായത് എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ബി എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ therefore R is symmetric. അപ്പൊ R is symmetric. ഇനി അടുത്ത മൂന്നാമത്തെ നമുക്ക് ഏതാണ് തെളിയിക്കേണ്ടത്? നമുക്ക് തെളിയിക്കേണ്ടത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ മൂന്നാമത്തെ നമുക്ക് തെളിയിക്കേണ്ടത് ട്രാൻസിറ്റീവ്. അപ്പൊ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ നമുക്കിപ്പോ അതിനൊരു എക്സാമ്പിൾ നോക്കാം. എ നമ്മളിവിടെ 4 എടുക്കുന്നു, ബി എന്ന് പറയുന്നത് ഇപ്പൊ 2 എടുക്കുന്നു, സി എന്ന് പറയുന്നത് 6 ഏതെങ്കിലും എടുക്കാം. അപ്പൊ നമുക്ക് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? 4 മൈനസ് 2 ഈക്വൽ 2. 2നെ നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ 2 കൊണ്ട്. അടുത്ത അതുപോലെ തന്നെ ബി മൈനസ് സി എടുക്കുന്നു. ബി മൈനസ് സി എന്ന് പറയുമ്പോൾ 2 മൈനസ് 6. ഇപ്പൊ 2 മൈനസ് 6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? -4. അപ്പൊ -4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എ മൈനസ് ബി മൈനസ് സി. ഇനി അടുത്ത നമുക്ക് എ മൈനസ് സി നോക്കാം. എ മൈനസ് സി എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് 4, സി എന്ന് പറയുന്നത് 6. അപ്പൊ 4 മൈനസ് 6 എന്ന് പറയുന്നത് എത്ര? -2. അപ്പൊ അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എ മൈനസ് ബി മൈനസ് സി, എ മൈനസ് സി. അപ്പൊ ഇതെല്ലാം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എ ബി ബിലോങ്സ് ടു ആർ, ബി സി
belongs to R, which implies AC belongs to R. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ therefore R is transitive. അപ്പോൾ R നമുക്കിവിടെ ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് കിട്ടിയത്? റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, സിമെട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ ഏതൊരു റിലേഷനും ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ, അതായത് റിഫ്ലെക്സീവ്, സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആകുന്നുവെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. അപ്പോൾ therefore അപ്പോൾ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് R is an equivalence relation. R is an equivalence relation. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. R ഇക്വലൻസ് റിലേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത് മൂന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് പറയാം? R is an equivalence relation. ഇത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ അടുത്ത നമ്മളെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് 1.1. അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന റിലേഷൻസ് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഈക്വൽ സെറ്റ് 1, 2, 3, etc. 13, 34. 13, 14. Sorry. A equal set 1, 2, 3, etc. 13, 14. Defined as R equal set xy such that 3x minus y equal 0. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിരിക്കുന്നത് 1, 2, 3, etc. up to 14 വരെയാണ് തന്നേക്കുന്നത്. 1 മുതൽ 14 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെ എയിൽ തന്നിരിക്കുന്നത്. ആർ എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ 0. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ റിലേഷനെ, അതായത് 3x മൈനസ് വൈ ഈക്വൽ 0, ഇതിനെ നമുക്ക് y ഈക്വൽ 3x എന്ന് എഴുതാമല്ലോ. അതായത് y മൈനസ് വൈ അപ്പുറത്ത് പോകുമ്പോൾ y ആവും. അപ്പൊ y ഈക്വൽ 3x എന്ന റിലേഷൻ കിട്ടും. അപ്പൊ y ഈക്വൽ 3x, അതായത് y എന്ന് പറയുന്ന എക്സിന്റെ എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും എന്നാണ് നമ്മളിപ്പോൾ കണ്ടീഷൻ എടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. അതായത് എക്സിന് ഇപ്പം നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ y എന്ന് പറയുന്ന 1 × 3 ഇപ്പം 3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ R എന്ന് പറയുന്ന സെറ്റ് ഒന്ന് എഴുതാം. R എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സിന് നമ്മൾ ഇതിൽ നിന്ന് 1 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എക്സിന് 1 കൊടുക്കുമ്പോൾ 1 × 3 3 ആവും. അപ്പോൾ വൈയുടെ വില 3 ആവും. അപ്പോൾ 1, 3 എന്ന് പറയും. ഇത് എക്സ്, ഇത് വൈ. അടുത്തത് നമ്മൾ എക്സിന് ഇതിൽ നിന്ന് 2 കൊടുക്കുന്നു. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 × 3 6 വരും. അപ്പോൾ വൈയുടെ വില 6 വരും. അടുത്തത് നമ്മൾ ഇതിൽ നിന്ന് 3 കൊടുക്കുന്നു. 3 കൊടുക്കുമ്പോൾ 3 × 3 9 വരും. അപ്പോൾ 3 9 വരും. അടുത്തത് നമുക്ക് ഇതിൽ നിന്ന് ഇനി 4 കൊടുക്കാം. 4 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 4 × 3 12. അടുത്ത ഇനി 5 കൊടുക്കുകയാണെങ്കിൽ 5 × 3 15. പക്ഷെ 15 ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്രയും കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ നമ്മൾ R എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എടുത്തേക്കുന്നത്? 1, 3, 2, 6, 3, 9, 4, 12. 4, 12. അപ്പം ഈ നമ്പേഴ്സ് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മളെ വാല്യൂസ്, എക്സിന് ഇതിൽ നിന്ന് വാല്യൂസ് കൊടുക്കുന്നു, ഇതിനകത്ത് കൊടുക്കുന്നു. അപ്പം അത് 3 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1 എടുക്കുമ്പോൾ 1 × 3 3, അപ്പോൾ 1, 3 കിട്ടുന്നു. 2 കൊടുക്കുമ്പോൾ 2 × 3 6, അതാണ് 2, 6. 3 കൊടുക്കുമ്പോൾ 3 × 3 9, 3, 9. 4 കൊടുക്കുമ്പോൾ 4 × 3 12, 4, 12. ഇനി 5 കൊടുക്കാൻ പറ്റത്തില്ല, കാരണം 5 × 3 15, അതിനകത്ത് ഈ സെറ്റിനകത്ത് ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയും വരെ കൊടുത്താൽ മതി. ഇനി ഇതിനകത്തു നിന്നാണ് നമ്മളിത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ റിഫ്ലെക്സീവ് നോക്കാം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബിലോങ്സ് ടു ആർ, സെയിം വരണം. അപ്പം ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 1 ഉണ്ട്. 1, 1, 2, 2, 3, 3 ആ രൂപത്തിൽ ഒന്നും തന്നെ ഇല്ല, സെയിം ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ എന്താണ്, നമുക്കിതിനകത്ത് എ നോട്ട് ബിലോങ്സ് ടു ആർ, അല്ലേ? എ നോട്ട് ബിലോങ്സ് ടു ആർ, കാരണം സെയിം ആയിട്ടുള്ള ഒന്നും ഇതിനകത്ത് ഇല്ല. അപ്പം അതുകൊണ്ട് therefore ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ റിഫ്ലെക്സീവ് അല്ല. ഇത് രണ്ടാമത്തെ ഇനി സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണോ നോക്കാം.
അപ്പോൾ സിമ്മട്രിക്. അപ്പോൾ സിമ്മട്രിക് ആകണമെങ്കിൽ നമുക്കറിയാം എന്താണ് കണ്ടീഷൻ, എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ബി എയും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുള്ളതുണ്ടോ നോക്കാം. 1 3 ഉണ്ട്, അപ്പം തിരിച്ച് 3 1 വേണമല്ലോ, അത് ഇതിനകത്തില്ല. 2 6 ഉണ്ട്, 6 2 നമുക്ക് ഇതിനകത്തില്ല. 3 9 9 3 ഇല്ല. 4 12 12 4 ഇല്ല. അപ്പോൾ എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ ഇതിനകത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് സിമ്മട്രിക് അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എ ബി ബിലോങ്സ് ടു ആർ ബട്ട് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ആണ്, പക്ഷെ ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് ദെയർഫോർ ഇവിടെ ആർ ഈസ് നോട്ട് സിമ്മട്രിക്. അപ്പം ആറ് സിമ്മട്രിക് അല്ല. അപ്പം സെയിം അല്ലാത്തതുകൊണ്ട് റിഫ്ലക്സീവ്, എ രൂപത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് റിഫ്ലക്സീവ് അല്ല. എ ബി ഉണ്ട്, പക്ഷെ ബി എ ഇല്ലാത്തതുകൊണ്ട് ഇത് സിമ്മട്രിക് അല്ല. അടുത്ത ഇനി നമുക്ക് ട്രാൻസിറ്റീവ്. അപ്പം ട്രാൻസിറ്റീവ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, എ ബി വേണം, ബി സി വേണം, എ സി വേണം. അപ്പം ആ രൂപത്തിലുണ്ടാകും നോക്കാം. ഇവിടെ 1 3 2 6 3 9 4 12. അപ്പം ഈ രൂപത്തിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത നമുക്ക് കണ്ടീഷൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പം ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എ ബി ബി സി എ സി. അപ്പം ഇവിടെ നോക്കിയേ 1 3 ഉണ്ട്, 3 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വരണം, 1 9 വരണം. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 9. അത് പക്ഷേ ഇതിനകത്തില്ലല്ലോ. അപ്പം അങ്ങനെ വരാത്തതുകൊണ്ട് ഇതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇവിടെ കണ്ടീഷൻ നമുക്ക് എഴുതാം, എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ ബട്ട് എ സി നോട്ട് ബിലോങ്സ് ടു ആർ. എ സി ഇല്ല. 1 3 ഉണ്ട്, 3 9 ഉണ്ട്, പക്ഷെ 1 9 ഇല്ല. അപ്പം അതുകൊണ്ട് ഇത് എന്തല്ല, ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഈ 3 കണ്ടീഷൻ ഇതിനകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 3s - y നമ്മൾ ആദ്യം y = 3s ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് y = 3x എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ y = 3x എന്ന് പറയുമ്പോൾ എന്താ, ഇതിൻ്റെ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ 1 എടുക്കുകയാണെങ്കിൽ 1 × 3 3 വരും. 2 കൊടുക്കുമ്പോൾ 2 × 3 6 വരും. 3 കൊടുക്കുമ്പോൾ 3 × 3 9 വരും. 4 കൊടുക്കുമ്പോൾ 4 × 3 12 വരും. അപ്പോൾ ഈ റിലേഷനിൽ നമുക്ക് റിഫ്ലക്സീവ് ആകണമെങ്കിൽ ഇപ്പോൾ 1 സെയിം ആയിട്ടുള്ള ഒന്നുമില്ല, 1 1 2 2 3 3 ആ രൂപത്തിലുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് റിഫ്ലക്സീവ് അല്ല. അതായത് എ നോട്ട് ബിലോങ്സ് ടു ആർ, അതുകൊണ്ട് നോട്ട് റിഫ്ലക്സീവ്. ഇനി സിമ്മട്രിക് ആകണമെങ്കിൽ എന്ത് വേണം, എ ബി വരുമെങ്കിൽ തിരിച്ച് ബി എയും വരണം. ഇവിടെ നോക്കിയേ അങ്ങനെ ഒരെണ്ണം ഇല്ല. 1 3 ഉണ്ട്, പക്ഷെ 3 1 ഇല്ല. 2 6 ഉണ്ട്, 6 2 ഇല്ല. അപ്പം തിരിഞ്ഞ് വരാത്തതുകൊണ്ട് എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടെങ്കിൽ മാത്രമേ സിമ്മട്രിക് ആവുന്നുള്ളൂ. ഇവിടെ അങ്ങനെ വരാത്തത് കൊണ്ട് ആർ ഈസ് നോട്ട് സിമ്മട്രിക്. അടുത്ത ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എ ബി ബി സി എ സി ആ രൂപത്തിൽ വരണം. അപ്പോൾ ഇവിടെ 1 3 ഉണ്ട്, എ ബി ഉണ്ട്, ബി സി 3 9 ഉണ്ട്, പക്ഷേ എ സി 1 9 ഇല്ല. അപ്പം അതുകൊണ്ട് ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് y = s + 5 x less than 4. അപ്പോൾ ഇതിവിടെ നോക്കണം, x less than 4. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് y = s + 5 x less than 4. അപ്പോൾ എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് 4 താഴെ, അതായത് 1 2 3 നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് 1 2 3 അത്രവേ ഇതിനകത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ അത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്നൊരു ആർ എന്ന റിലേഷൻ എഴുതാം. ആർ ഈക്വൽ സെറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എന്ത് വരും, 1 + 5 അപ്പോൾ 6 വരുമല്ലോ. അപ്പോൾ 1 6 എന്ന് പറയുന്ന ഒരെണ്ണം കിട്ടും. അടുത്ത നമുക്ക് 2 കൊടുക്കാം. അപ്പോൾ 2 കൊടുക്കുമ്പോൾ എന്തുമായിരിക്കും, 2 + 5 അതായത് 7 വരും. ഇപ്പോൾ 2 7 കിട്ടും. അടുത്ത നമുക്കിനി 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 3 + 5 8 വരും. അടുത്തതിന് 4 കൊടുക്കാക്കൂല, കാരണം <4 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4ന് 3 വരെയുള്ളത് കൊടുത്താൽ മതി എന്നാണ് അർത്ഥം. അപ്പോൾ 1 2 3 നമ്മൾ അത്രയും വാല്യൂസാണ് കൊടുത്തത്. 1 കൊടുക്കുമ്പോൾ 1 + 5 6 കിട്ടും. 2 കൊടുക്കുമ്പോൾ 2 + 5 7. 3 കൊടുക്കുമ്പോൾ 3 + 5 8. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമുക്ക് റിഫ്ലക്സീവ് ആണോ സിമ്മട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്.
അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ആദ്യത്തെ നോക്കാം. റിഫ്ലെക്സീവ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് സെയിം വരണം. എ ബിലോങ്സ് ടു ആർ. അപ്പം ആ രൂപത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഇപ്പം മനസ്സിലാവും എന്താണത്. എ ബിലോങ്സ് ടു ആർ. ഒരേ വല്ലതും വല്ലതും ഉണ്ടോ? 1 ഉണ്ട്, പക്ഷെ 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല. അപ്പം ആ രൂപത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല. അപ്പം എ നോട്ട് ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പം അത് റിഫ്ലെക്സീവ് അല്ല. അടുത്ത സിമെട്രിക് നോക്കാം. സിമെട്രിക് എന്ന് പറയുന്നത് എന്താണ്? എ ബി വരുമെങ്കിൽ ബി എയും വരണം. അപ്പോൾ അങ്ങനെ ഉണ്ടോ നോക്കിയേ. 1 6 ഉണ്ട്. ഇപ്പൊ 6 1 ഉണ്ടോ? ഇല്ല. 2 7 ഉണ്ട്. 7 2 ഉണ്ടോ? ഇല്ല. 3 8 ഉണ്ട്. ഇപ്പൊ 8 3 ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് സിമെട്രിക് ആകുമോ? ഇല്ല. ഇപ്പൊ ഇവിടെ നമുക്ക് കണ്ടീഷൻ എഴുതാം. എ ബി ബിലോങ്സ് ടു ആർ ബട്ട് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ആണ്, പക്ഷെ ബി എ നോട്ട് ബിലോങ്സ് ടു ആർ, അതായത് തിരിച്ചു വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്തല്ല, ആർ ഈസ് നോട്ട് സിമെട്രിക്. ആറ് സിമെട്രിക് അല്ല. അപ്പൊ നമ്മൾ രണ്ടാമത്തെ തെളിയിച്ചു. ഇനി അടുത്ത മൂന്നാമത്തത് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് എന്താണ്? ഇപ്പൊ ഇവിടെ നമുക്ക് എ ബി ബി സി എ സി ആ രൂപത്തിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 1 6, അടുത്തത് 6 തുടങ്ങുന്നൊന്നുമില്ല. 2 7, ഇപ്പൊ അടുത്ത 7 തുടങ്ങുന്നില്ല. 3 8, അപ്പൊ 8 തുടങ്ങുന്ന ആ രൂപത്തിലില്ല. അതായത് എ ബി ബി സി ആ രൂപത്തിലില്ല. അപ്പൊ എ ബി ബി സി എന്ന രൂപത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ഇത് ആ രൂപത്തിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നമുക്ക് ട്രാൻസിറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ റിലേഷൻ എന്താണ്? എ ബി ബി സി എ സി എന്ന രൂപത്തിൽ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ രൂപത്തിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. 1 6, ഇപ്പൊ 6 തുടങ്ങുന്നതായിട്ടില്ല. അതുപോലെ 2 7 ഉണ്ട്, പക്ഷെ അപ്പൊ 7 തുടങ്ങുന്നതായിട്ടില്ല. അപ്പൊ ആ രൂപത്തിലുള്ള ഫോമിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ എ ബി ബി സി ഈ ഫോമിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഈ ഫോമിൽ ഇല്ല. ഇപ്പൊ നോട്ട് ഇൻ ദ ഫോം. ഇപ്പൊ നോട്ട് ഇൻ ദി ഫോം. ഇപ്പൊ ഇവിടെ എ ബി ബി സി എന്ന ആ ഫോമിൽ ഇല്ലാത്തതുകൊണ്ട് ഇതെന്ത് പറയാം, ഇപ്പൊ ആ രൂപത്തിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണെന്ന് എഴുതിയാൽ മതി. ഇത് ആറ് ട്രാൻസിറ്റീവ് ആണ്. നമുക്ക് ആ ഫോമിൽ വരുമെങ്കിൽ മാത്രം ആ രൂപത്തിൽ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഇപ്പൊ അങ്ങനെ വരാത്തതുകൊണ്ട് നമുക്കിത് ട്രാൻസിറ്റീവ് ആണെന്ന് എടുക്കാം. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇത് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഈക്വൽ set 1 2 3 4 5 6 as r equals set xy such that y is divisible by x. ഇപ്പോൾ ഈ റിലേഷൻ ഇവിടെ പറഞ്ഞത് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. റിലേഷൻ തന്നിരിക്കുന്ന xy such that y is divisible by x. അപ്പോൾ y is divisible by x. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള കണ്ടീഷനാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് r എഴുതാം. r എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? y is divisible by x. ഇപ്പോൾ y is divisible by x എന്ന് പറയുമ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ y എക്സ് കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ രണ്ടാമത്തെ ആദ്യത്തോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ രൂപത്തിലുള്ള നമ്പേഴ്സ് വേണം നമ്മളിവിടെ എടുക്കാൻ. ഇപ്പോൾ 1 എടുക്കുമ്പോഴത്തേക്ക് 1 വെച്ച് നമുക്ക് ഏതിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് 1 1 എഴുതാമല്ലോ. കാരണം 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തത് 1 2. അപ്പോൾ 1 വെച്ചുള്ളത് നമുക്ക് എല്ലാം എടുക്കാം. 1 2 1 3 1 4, അടുത്തത് 1 5, അടുത്തത് 1 6. ഇപ്പോൾ 1 വെച്ച് എല്ലാം എടുക്കാം. കാരണം എല്ലാത്തിനും നമുക്ക് 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2നെ ചെയ്യാം, 3 4 5 6 ഇതിനെല്ലാം നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് 1 വെച്ച് നമുക്ക് എല്ലാം എടുക്കാം. അടുത്ത ഇനി 2 വെച്ച് എടുക്കുമ്പോൾ പക്ഷേ ശ്രദ്ധിച്ചെടുക്കണം. 2 എടുക്കുമ്പോൾ നമുക്ക് 2 2 എടുക്കാം. ഇപ്പോൾ 2 2 എടുക്കാം, കാരണം 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തത് ഇനി 2 വെച്ച് എടുക്കുമ്പം 3 എടുക്കരുത്, കാരണം 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഏതെടുക്കാം? 2 4 എടുക്കാം. 2 4 എന്ന് പറയുന്ന 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത ഇനി 2 വെച്ച് എടുക്കുമ്പോൾ 6, 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 5 എടുക്കരുത്. അടുത്ത ഇനി 2 6, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 2 കൊണ്ടെല്ലാം തീർന്നു. ഇപ്പോൾ 2 കൊണ്ടുള്ള 2 2 2 4 2 6. അടുത്ത ഇനി അതുപോലെ തന്നെ 3 എടുക്കുമ്പോഴും 3 വെച്ചുള്ളതും 3 3 എടുക്കാം, കാരണം 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത ഇനി 3 വെച്ച് ഏതെടുക്കാം?
4 എടുക്കരുത്, കാരണം 4നെ 3 കൊണ്ട് പറ്റൂല. 5 എടുക്കാൻ പറ്റത്തില്ല, 5നെ 3 കൊണ്ട് പറ്റത്തില്ല. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ അടുത്ത ഇനി 6 ആണ്. അപ്പൊ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3 വെച്ചെല്ലാം കഴിഞ്ഞു. അടുത്ത ഇനി 4 വെച്ചുള്ളത് ഒരു ഓർഡറിൽ നമ്മൾ എടുത്താൽ എല്ലാം കിട്ടും. ഇപ്പൊ 1 വെച്ചുള്ളത് എടുത്തു, അടുത്ത 2 വെച്ചെടുത്തു, അടുത്ത 3 വെച്ചെടുത്തു, അടുത്ത ഇനി 4 വെച്ചെടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കാം? 4 എടുക്കാം. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നൊന്നും ഇനി അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കണ്ട. അടുത്ത അതുപോലെ തന്നെ 5ഉം 5 മാത്രമേ ഉള്ളൂ. അടുത്തത് 6ന്റെയും 6 മാത്രമേ ഉള്ളൂ. കാരണം 4നെ 4 ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇതേ ഉള്ളൂ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വേറെ നമുക്ക് ഇനി ഇതിനകത്തുനിന്ന് എടുക്കാനില്ല. അപ്പൊ ഇതാണ് നമ്മുടെ R എന്ന് പറയുന്ന റിലേഷൻ. അപ്പൊ ഈ റിലേഷൻ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ എല്ലാം നോക്കിയേ, y ഈസ് ഡിവിസിബിൾ ബൈ x, അതായത് രണ്ടാമത്തിനെ ആദ്യത്തോണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന എല്ലാം. ഇനി ഇതിനകത്ത് നമുക്ക് ഓരോന്നോട്ട് നോക്കാം. ആദ്യത്തത് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആകണമെന്ന് നോക്കുന്നതിന് ദേ ഇവിടെ നോക്കിയേ, സെയിം ഉണ്ടോ? സെയിം ഉണ്ടോ നോക്കിയാൽ മതി. ദേ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അതിനകത്ത് എല്ലാം സെയിം വന്നിട്ടുണ്ട്. 1 2 2 3 3 4 4 5 5 6 6. അപ്പൊ ആ രൂപത്തിൽ വന്നുകൊണ്ട് ഇവിടെ അപ്പം ഇത് എഴുതാം, എ ബിലോങ്സ് ടു ആർ. ഒരേ രൂപത്തിൽ വന്നുകൊണ്ട് എ ബിലോങ്സ് ടു ആർ. Therefore R ഈസ് റിഫ്ലെക്സീവ്. നമുക്ക് റിഫ്ലെക്സീവ് എന്ന് എഴുതാമല്ലോ, കാരണം സെയിം വന്നിട്ടുണ്ട്. 1 1 2 2 ആ രൂപത്തിലുള്ള എല്ലാം ഉള്ളത് കൊണ്ട് നമുക്കിതിനെ റിഫ്ലെക്സീവ് എന്ന് പറയാം. ഇപ്പൊ രണ്ടാമത്തെ ഇനി സിമെട്രിക്. സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? എ ബിയും വരണം, ബി എയും വരണം. അപ്പൊ എ ബിയും ബി എയും വരുന്നോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ എ ബി ബി എ തിരിച്ചു വരുന്നോ നോക്കിയേ, ഏതെങ്കിലും ഉണ്ടോ? 2 2 2 4 2 6 3 3 3 6 അങ്ങനെ വരുന്നില്ല. എ ബി ഉണ്ട്, പക്ഷെ ബി എ രൂപത്തിലുള്ള ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്തല്ല, ഇത് സിമെട്രിക് ആകത്തില്ല. അപ്പൊ ഇവിടെ എ ബി ബിലോങ്സ് ടു ആർ, ബട്ട് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. എ ബി ഉണ്ട്, പക്ഷെ ബി എ തിരിച്ചു വരുന്നില്ലാത്തതുകൊണ്ട് ഇവിടെ എന്തല്ല, ഇത് സിമെട്രിക് അല്ല. Therefore R ഈസ് നോട്ട് സിമെട്രിക്. അടുത്ത ഇനി മൂന്നാമത്തെ എന്താണ്? ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കുന്നതിന് വേണ്ടി ഇപ്പൊ 1 3 ഉണ്ട്, 3 6 ഉണ്ട്, അങ്ങനെ 1 6 ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഏതാണെങ്കിലും എടുത്ത് നോക്കാം. 1 3 ഉണ്ട്, 3 6 ഉണ്ട്. അപ്പൊ 1 6 ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ ഈ രൂപത്തിൽ ഇപ്പൊ എ ബി ബി സി എ സി ആ രൂപത്തിലുള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയാം. എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അപ്പൊ ഈ രൂപത്തിലുള്ളതുകൊണ്ട് ഇവിടെ ഇതിന് എന്ത് പറയാം? ആർ ഈസ് ട്രാൻസിറ്റീവ്. ഇത് മനസ്സിലായല്ലോ. ഇപ്പൊ റിഫ്ലെക്സീവ് സെയിം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ റിഫ്ലെക്സീവ് എന്ന് പറയാം. സിമെട്രിക് ആകുന്നുണ്ടോ? തിരിഞ്ഞു വരുന്നില്ല. എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ വരാത്തോണ്ട് അതൊന്നും ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. 1 3 ഉണ്ട്, 3 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 3 ഉണ്ട്. അതുപോലെ ഈ രൂപത്തിൽ എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് എ ബി ബി സി വിച്ച് ഇംപ്ലൈസ് എ സി. അപ്പൊ ആ രൂപത്തിൽ എഴുതാൻ പറ്റുന്നതുകൊണ്ട് ഇതിനെ ട്രാൻസിറ്റീവ് എന്ന് പറയാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിലേഷൻ ആർ ഇൻ ദി സെറ്റ് Z ഓഫ് ഓൾ ഇന്റിജേഴ്സ് defined as R equals set xy such that x minus y is an integer. അപ്പോൾ x minus y is an integer. ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. x minus y അതായത് ഡിഫറൻസ്, രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്റിജർ ആണെന്നാണ് തന്നേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആദ്യത്തെ നമുക്ക് റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് x minus y is an integer. ഇപ്പം നമ്മളിപ്പോൾ നമ്പർ ഒരു ഇന്റിജർ 1 എടുക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റിജർ ആണ്. അതുപോലെ തന്നെ 2 എടുക്കുന്നു. അപ്പൊ 2 മൈനസ് 2 എടുത്താൽ എന്താണ്? 0. അതൊരു ഇന്റിജർ ആണല്ലോ. അപ്പൊ സെയിം നമുക്ക് എടുക്കാമല്ലോ. 1 1 2 2 3 3 എന്ന് പറയുന്നത് എടുക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എ ബിലോങ്സ് ടു
എ ബിലോങ്സ് ടു ആർ, അതായത് എ മൈനസ് എ ഈക്വൽ 0 ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ഇവിടെ എ ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് ദെയർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇതുപോലെ എക്സാമ്പിൾ എടുത്ത് ചെയ്ത് കാണിച്ചാലും മതി. അടുത്ത ഇനി സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇപ്പം എ മൈനസ് ബി ഇൻറ്റിജർ ആണെങ്കിൽ തിരിച്ച് ബി മൈനസ് എയും ഇൻറ്റിജർ ആയിരിക്കും. ഇപ്പോൾ ഒരു നമ്പറിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്ക് നമ്മൾ 1 എന്നും ബിക്ക് നമ്മൾ 2 എന്നും എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 2. ഇപ്പോൾ എക്ക് നമ്മൾ 1 എന്നും ബിക്ക് നമ്മൾ 2 എന്നും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് 1 മൈനസ് 2. 1 മൈനസ് 2 എന്ന് പറയുന്നത് എന്തുവാ, -1. -1 എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് നമ്പേഴ്സും ഇൻറ്റിജേഴ്സ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്കത് ഇൻറ്റിജർ ആണ്. അതുപോലെ തിരിച്ച് ബി മൈനസ് എ എന്ന് പറയുമ്പോൾ 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1. ഇറ്റ് ഈസ് ആൾസോ ആൻ ഇൻറ്റിജർ. അപ്പോൾ ഇവിടെ എ മൈനസ് ബി, ബി മൈനസ് എ രണ്ടും കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് സിമെട്രിക്കിന്റെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ എഴുതുമ്പോൾ നമുക്ക് കണ്ടീഷനായിട്ട് എഴുതിയാലും മതി. എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. അപ്പം ഇവിടെ നമ്പേഴ്സ് എടുത്ത് ഇതുപോലെ നമുക്ക് കാണിച്ചിട്ട് ഇവിടെ കണ്ടീഷൻ എഴുതി വെച്ചാലും മതി. അപ്പം ഇതിൽ നിന്ന് ദെയർഫോർ ആർ ഈസ് സിമെട്രിക്. അപ്പം ഇത് സിമെട്രിക് ആണെന്ന് കിട്ടി. അടുത്ത മൂന്നാമത്തെ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, 3 എണ്ണം വരണം. അപ്പം എക്കും ബിക്കും എ മൈനസ് ബി, ഇപ്പം എ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് തന്നെ ബി മൈനസ് സി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് സി. അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ മൈനസ് ബി ഇൻറ്റിജർ ആണ്, ബി മൈനസ് സി ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്ന മൈനസ് ബിയും പ്ലസ് ബിയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ മൈനസ് സി അല്ലേ കിട്ടുന്നത്. എ മൈനസ് ബി ഇൻറ്റിജർ ആണ്, ബി മൈനസ് സി ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് സി എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് നമ്പേഴ്സിലും പറയാം. ഇപ്പം എക്ക് നമ്മൾ നേരത്തെ പോലെ 1, ബിക്ക് നമ്മൾ 2, സിക്ക് നമ്മൾ 3 എന്ന് എടുക്കുന്നു. അപ്പം എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ 1 മൈനസ് 2 എന്ന് പറയുന്നത് -1, അതെന്താണ്, ഇൻറ്റിജർ ആണ്. അടുത്ത ബി മൈനസ് സി എന്ന് പറയുമ്പോൾ 2 മൈനസ് 3 എന്ന് പറയുന്നത് -1, അപ്പം അതും ഇൻറ്റിജർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ മൈനസ് സി എന്ന് പറയുന്നത് ഏതാ, 1 മൈനസ് 3 എന്ന് പറയുന്നത് -2 എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റിജർ ആണ്. അപ്പം ഇതിനകത്തെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ എന്ത് പറയാം, എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അപ്പം എ സി ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം, ദെയർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പം ഇവിടെ നമുക്ക് റിഫ്ലെക്സീവ് എന്ന് കിട്ടി, സിമെട്രിക് എന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണ്. അപ്പം ഇത് 3 ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ ഈക്വലൻസ് റിലേഷൻ എന്നും പറയാം. പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ഇന്ന് നമ്മൾ പഠിപ്പിച്ച പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.